ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ഡെയ്സി പാറ്റേൺ ഉണ്ടാക്കുക എന്നതാണ്. ഒരു ഡെയ്സി പാറ്റേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യെല്ലോ സെൻറ്റർ പീസിന് ചുറ്റും 4 വൈറ്റ് എഡ്ജ് പീസസ് പ്ലേസ് ചെയ്യണം എന്നതാണ്. ഒരു എഡ്ജ് പീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 നിറങ്ങളുള്ള ഒരു പീസാണ്. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിളായ പാറ്റേൺ ആണ്. എന്നിരുന്നാലും എങ്ങനെയാണ് ചെയ്യുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായി ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു എഡ്ജ് പീസ് സോൾഡ് ആണ്. അപ്പോൾ ഞാൻ അടുത്ത എഡ്ജ് പീസ് സോൾവ് ചെയ്യാം. അടുത്ത എഡ്ജ് പീസ് ഞാൻ ഇവിടെ കാണുന്നു. ഇത് കറക്റ്റ്ലി സോൾവ്ഡ് ആണ്, പക്ഷേ ഇത് ഫ്ലിപ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു തവണ ഫ്രണ്ട് ഫേസ് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ഇത് സാധാരണ പോലെ മുകളിലോട്ട് വെക്കുന്നതാണ്. അടുത്തതായി ഞാൻ കാണുന്നത് ഈ എഡ്ജ് പീസാണ്. സോ ഇത് ഇങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുവരണം. മുകളിലോട്ട് കൊണ്ടുവന്നാൽ ഈ എഡ്ജ് പീസ് തള്ളിപ്പോകുന്നതാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ എഡ്ജ് പീസ് സേഫായി പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഈ മൂന്നാമത്തെ എഡ്ജ് പീസ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അവസാനമായി ഞാൻ കാണുന്ന എഡ്ജ് പീസ് ഇവിടെയാണ്. ഈ എഡ്ജ് പീസ് ഞാൻ വളരെ സുലഭമായി ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരു ഡെയ്സി പാറ്റേൺ ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ഒരു യെല്ലോ ക്രോസ് സോൾവ് ചെയ്യുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. അതിനായി ഓരോ വൈറ്റ് എഡ്ജ് പീസിനെയും അഡ്ജസ്റ്റൻ്റായ കളർ നോട്ട് ചെയ്യണം, ഗ്രീൻ. അപ്പോൾ അത് ഗ്രീൻ സെൻറ്റർ പീസിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. മാച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഫേസ് 2 തവണ ഇങ്ങനെ ടേൺ ചെയ്യണം. ഇത് ബാക്കിയുള്ള 3 വൈറ്റ് എഡ്ജ് പീസസിനും ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾക്ക് ഈ എഡ്ജ് പീസ് നോക്കാം. ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് കളർ ബ്ലൂ ആണ്. സോ ഞാൻ അത് ബ്ലൂ സെൻറ്റർ പീസോട് മാച്ച് ചെയ്തതിന് ശേഷം 2 തവണ ടേൺ ചെയ്യുന്നു. അടുത്തതായി ഞാൻ കാണുന്ന വൈറ്റ് എഡ്ജ് പീസ് ഇതാണ്. ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് കളർ റെഡ് ആണ്. അതുകൊണ്ട് റെഡ് സെൻറ്റർ പീസുമായി മാച്ച് ചെയ്തതിന് ശേഷം 2 തവണ ഫ്രണ്ട് ഫേസ് ടേൺ ചെയ്യുന്നു. ഇത് ഞാൻ അവസാനത്തെ എഡ്ജ് പീസിനും ചെയ്ത് കൊടുക്കുന്നതാണ്. 4 എഡ്ജ് പീസസും സോൾവ് ചെയ്തതിനാൽ നമ്മൾക്ക് ബോട്ടം ലെയറിൽ ഒരു ക്രോസ് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഓരോ എഡ്ജ് പീസും അതിൻ്റേതായ റെസ്പെക്റ്റീവ് സെൻറ്റർ പീസസിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അടുത്തതായി നമ്മളുടെ ലക്ഷ്യം ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുക എന്നതാണ്. അതിനായി ഒരു വൈറ്റ് കോർണർ പീസ് ലൊക്കേറ്റ് ചെയ്യണം. ഒരു വൈറ്റ് കോർണർ പീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 നിറങ്ങളുള്ള ഒരു പീസാണ്. മാത്രമല്ല അതിൽ വൈറ്റ് എന്ന നിറവും ഉണ്ടാകേണ്ടതാണ്. ഒരു വൈറ്റ് കോർണർ പീസ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം വൈറ്റ് അല്ലാതെ ഉള്ള ബാക്കി 2 കളറുകൾ ഏതാണെന്ന് ശ്രദ്ധിക്കണം. വൈറ്റ് അല്ലാതെ ബാക്കിയുള്ള നിറങ്ങൾ ഓറഞ്ച് ആൻഡ് ബ്ലൂ ആണ്. അതുകൊണ്ട് ഞാൻ ഈ പീസ് ഓറഞ്ച് ആൻഡ് ബ്ലൂ സെൻറ്റർ പീസസിന് നടുക്കായി കൊണ്ടുവരുന്നു. അതിനുശേഷം വൈറ്റ് ഫ്രണ്ടിലാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യണം. ഈ അൽഗോരിതമിനെ സെക്സി മൂവ് എന്നാണ് വിളിക്കുക. അടുത്തതായി ഒരു വൈറ്റ് കോർണർ പീസിൽ വൈറ്റ് വലതുവശത്തോട്ടാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. വൈറ്റ് അല്ലാതെ ഉള്ള നിറങ്ങൾ ബ്ലൂ ആൻഡ് റെഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ പീസിനെ ബ്ലൂ ആൻഡ് റെഡ് സെൻറ്റർ പീസസിന് നടുക്കായി കൊണ്ടുവരുന്നു. വൈറ്റ് വലതുവശത്തോട്ടാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. ഈ അൽഗോരിതമിനെ ഇൻവേഴ്സ് സെക്സി മൂവ് എന്നാണ് വിളിക്കുക. അടുത്തതായി വൈറ്റ് മുകളിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. മാത്രമല്ല വൈറ്റ് അല്ലാതെയുള്ള 2 നിറങ്ങൾ ചുമപ്പും പച്ചയുമാണ്. അതുകൊണ്ട് ചുമപ്പും പച്ചയുമായ സെൻറ്റർ പീസസിൻ്റെ നടുക്കായി ഈ പീസിനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അതിനുശേഷം വൈറ്റ് മുകളിലാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സെക്സി മൂവ് 3 തവണ എക്സിക്യൂട്ട് ചെയ്യുക. 1, 2, 3. അങ്ങനെ എല്ലാ കോർണർ പീസസും സോൾവ് ചെയ്തതിനാൽ നമ്മുടെ ഫസ്റ്റ് ലെയർ സോൾവ് ആയിരിക്കുന്നു.
അടുത്തതായി നമ്മൾക്ക് സെക്കൻഡ് ലെയർ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ഈ 4 എഡ്ജ് പീസസ് നോക്കുക. അതിൽ മഞ്ഞ ഇല്ലാത്ത ഒരു എഡ്ജ് പീസ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ എഡ്ജ് പീസിൽ മഞ്ഞയില്ല, റെഡും ബ്ലൂവുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ എഡ്ജ് പീസിലും മഞ്ഞയില്ല, ഗ്രീനും ഓറഞ്ചുമാണ് ഉള്ളത്. പക്ഷേ ഈ എഡ്ജ് പീസിൽ മഞ്ഞയുണ്ട്, ബ്ലൂ ആൻഡ് യെല്ലോ. അതുകൊണ്ട് ഈ എഡ്ജ് പീസ് ഉപയോഗിക്കാൻ പാടില്ല. ഈ എഡ്ജ് പീസും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്, കാരണം ഇതിലെ നിറങ്ങൾ റെഡും ഗ്രീനുമാണ്, യെല്ലോ ഇല്ല. അങ്ങനെ യെല്ലോ ഇല്ലാത്ത ഒരു എഡ്ജ് പീസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നിറമായ റെഡ് സെൻറ്റർ പീസിലേക്ക് മാച്ച് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലുള്ള നിറം ഇടതുവശത്തോട്ടാണോ വലതുവശത്തേക്കാണോ പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഈ പീസ് വലതുവശത്തേക്കാണ് പോകേണ്ടത്, കാരണം ഗ്രീൻ സെൻറ്റർ പീസ് വലതുവശത്തേക്കാണ്. സോ ടോപ്പ് ടു റൈറ്റ് എന്ന ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് സോൾവ് ആകുന്നതാണ്. അടുത്തതായി ടോപ്പ് ടു ലെഫ്റ്റ് അൽഗോരിതം കാണിച്ചു തരാം. ഈ എഡ്ജ് പീസിൽ മഞ്ഞയില്ല, സോ അത് അതിൻ്റെതായ സെൻട്രൽ പീസിലോട്ട് ഞാൻ മാച്ച് ചെയ്യുന്നു. നീല നിറം ഇടതുവശത്തേക്കാണ് പോകേണ്ടത്, കാരണം നീല സെൻറ്റർ പീസ് ഇടതുവശത്തേക്കാണ്. അങ്ങനെ വന്നാൽ ടോപ്പ് ടു ലെഫ്റ്റ് ആയ ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ അതും സോൾവ് ആയിരിക്കുന്നു. ചില സമയങ്ങളിൽ 4 എഡ്ജ് പീസസിലും മഞ്ഞ നിറം ഉണ്ടാവുന്നതാണ്. അങ്ങനെ വന്നാൽ മിഡിൽ സ്ലൈസിലുള്ള ഒരു എഡ്ജ് പീസ് റൈറ്റിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം ടോപ്പ് ടു റൈറ്റ് അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ എഡ്ജ് പീസ് ടോപ്പ് ഫേസിൽ വരുന്നതാണ്. അതിനുശേഷം എഡ്ജ് പീസ് കറക്റ്റ്ലി സെൻറ്റർ പീസിലോട്ട് മാച്ച് ചെയ്തതിനു ശേഷം പഴയതുപോലെ കണ്ടിന്യൂ ചെയ്യുക. അടുത്തതായി ഒരു യെല്ലോ ക്രോസ് സോൾവ് ചെയ്യുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. ആദ്യത്തെ കേസ് ഒരു ഹൂക്ക് എന്ന കേസാണ്. ഈ കേസാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഹൂക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു യെല്ലോ ക്രോസ് ലഭിക്കുന്നതാണ്. അടുത്ത കേസിൽ നിങ്ങൾക്ക് ഒരു ബാർ ആണ് ലഭിക്കുക. ഒരു ബാറാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ ബാർ ഹൊറിസോണ്ടലായിട്ട് ഹോൾഡ് ചെയ്തതിനു ശേഷം ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു യെല്ലോ ക്രോസ് ലഭിക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു യെല്ലോ ഡോട്ട് മാത്രമാണ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ഹൂക്ക് അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ബാർ ഹൊറിസോണ്ടലായിട്ട് ഹോൾഡ് ചെയ്തതിനു ശേഷം ബാർ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു യെല്ലോ ക്രോസ് ലഭിക്കുന്നതാണ്. ഒരു യെല്ലോ ക്രോസ് സോൾവ് ചെയ്തതിനു ശേഷം നമ്മളെക്കൊണ്ട് സാധിക്കുന്നത്ര എഡ്ജ് പീസസ് അതിൻ്റെതായ സെൻട്രൽ പീസസിലോട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ 2 മാച്ച് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. ഈ കേസാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മാച്ച് ചെയ്ത 2 എഡ്ജ് പീസസ് റൈറ്റിലോട്ടും ബാക്കിലോട്ടുമായി ഹോൾഡ് ചെയ്തതിനു ശേഷം ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എഡ്ജ് പീസസും അതിൻ്റെതായ സെൻട്രൽ പീസസിലോട്ട് മാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ 2 നിറങ്ങൾ ഓപ്പോസിറ്റ്സ് ആയിട്ടായിരിക്കും സെൻട്രൽ പീസിലോട്ട് മാച്ച് ആയിരിക്കുക. അതായത് ഇവിടെയുള്ളത് ഈ സെൻട്രൽ പീസിലോട്ടും അതിൻ്റെ ഓപ്പോസിറ്റായ ഇവിടെയുള്ളത് അതിൻ്റെതായ സെൻട്രൽ പീസിലോട്ടും മാച്ച് ആയിരിക്കും. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഇത് ഏത് ഫേസിൽ ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല, ഒരു തവണ ഈ അൽഗോരിതം ചെയ്തു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പഴയതുപോലെ 2 മാച്ച് ആയിരിക്കുന്നു.
ആ മാച്ചായ രണ്ടെണ്ണം റൈറ്റിലോട്ടും ബാക്കിലോട്ടുമായി ഫേസ് ചെയ്തതിന് ശേഷം ഈ അൽഗോരിതം ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ എഡ്ജ് പീസും അതിൻ്റെതായ സെൻറ്റർ പീസസിലോട്ട് മാച്ച് ആവുന്നതാണ്. അടുത്തതായി ഏതൊരു കോർണർ പീസ് അതിൻ്റെതായ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ആയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ കോർണർ പീസ്. കാരണം യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ നിറങ്ങൾ ഉള്ള ഈ കോർണർ പീസ് യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ എന്ന സെൻറ്റർ പീസസിന് നടുക്കായിട്ടാണ് വരുന്നത്. ഇങ്ങനെ വന്നാൽ ഇത് കറക്റ്റ്ലി പൊസിഷൻഡ് ആണ്. കറക്റ്റ്ലി പൊസിഷൻഡ് ആണെങ്കിൽ ഈ കോർണർ പീസ് ലെഫ്റ്റിലോട്ടായി ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിക്ലസ് അൽഗോരിതം എന്ന ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. എഡ്ജ് പീസസ് കറക്റ്റ്ലി പൊസിഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ അത് സോൾവ് ആയിരിക്കാം എന്നതാണ്. അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം സോൾവ് ആയിരിക്കും. എനിക്ക് ഒരെണ്ണം മാത്രം സോൾവ് ആയിരിക്കുന്നു. സോ അത് ലെഫ്റ്റിലോട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാ കോർണർ പീസസും അതിൻ്റെതായ റെസ്പെക്റ്റീവ് പൊസിഷൻസിലാണ് പ്ലേസ് ആയിരിക്കുന്നത്. യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ് ഉള്ള ഈ കോർണർ പീസ് യെല്ലോ, ഗ്രീൻ, റെഡ് ഉള്ള ഈ സെൻറ്റർ പീസസ് നടക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ കോർണർ പീസസും അതിൻ്റെ കറക്റ്റ് പൊസിഷനിലാണ് പ്ലേസ് ആയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം പോലും സോൾവ് ആയിരിക്കില്ല. അങ്ങനെ വന്നാൽ ഞാൻ കാണിച്ച നിക്ലസ് അൽഗോരിതം ഒരു തവണ വെറുതെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരെണ്ണം സോൾവ് ആയിരിക്കും. എന്നിട്ട് പഴയ പോലെ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. അവസാനമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോർണർ പീസ് റൈറ്റിലോട്ട് ഫേസ് ചെയ്തതിന് ശേഷം ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കോർണർ പീസ് സോൾവ് ആയിരിക്കുന്നത്. അടുത്തതായി ഈ കോർണർ പീസ് നമുക്ക് റൈറ്റിലോട്ട് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് അതേ അൽഗോരിതം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. അതും സോൾവ് ആയിരിക്കുന്നു. അടുത്തത് നമുക്ക് ഇത് നോക്കാം. അവസാനമായിട്ട് നമ്മൾക്ക് ഈ കോർണർ പീസിനെ ഡീൽ ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മളുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട്.